രേണുസുതി വെറുക്കപ്പെട്ടവളായി, ഫിറോസ് വെറുക്കപ്പെട്ടവനായി, കിച്ചു സുതി വെറുക്കപ്പെട്ടവനായി. അതായത് ഇന്നലെ ഒരു വീഡിയോ ഇട്ട കിച്ചു സുതി, കുറച്ച് ദിവസം മുമ്പ് ഒരു പോസ്റ്റർ ഇട്ട ഫിറോസ്, പിന്നെ രേണുസുതി ഓൾറെഡി വെറുക്കപ്പെട്ടവളാണ്. അപ്പോൾ ഇവർ മൂന്ന് പേരും ഇപ്പോഴും ഒറ്റ ദിവസം കൊണ്ട് എന്ന് പറഞ്ഞാൽ വെറുക്കപ്പെട്ടവളായി. അതാരാന്നല്ലേ, ഇത് വേറെ ആർക്കുമല്ല. ഞാനൊരു കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാൾക്ക് ഒരു സാധനം കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ അങ്ങ് വിട്ടേക്കണം. അല്ലാതെ പോയിട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പുറകിൽ പോയിട്ട് എന്തൊക്കെയോ പറഞ്ഞ് എന്തൊക്കെയോ വിവാദം ഉണ്ടാക്കി, എന്നിട്ടിപ്പോൾ എന്താ നേടിയത്? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അല്ല, ഇനി രേണുസുതി എന്താ ഇനി പിന്നെ എന്താ പറഞ്ഞാൽ ആരെങ്കിലും മറ്റോ ചെയ്തോ അല്ലെങ്കിൽ ചെയ്യണ ഈ സൈബർ അറ്റാക്ക് കൊണ്ടെന്നാൽ പിന്നെ ഞാൻ അങ്ങനെ ചെയ്തേക്കാം എന്ന് കരുതിയിട്ട് അവർ ഭരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാം തീരുവാ? അതാ എനിക്ക് ചോദിക്കാനുള്ളത്. അതായത് ഒരാൾ നന്നാവുമ്പോൾ മിത്രിയെയും അസൂയുള്ള വേറെ ആൾക്കാർ വേറെയില്ലായിരുന്നു. എന്തൊരു അസൂയാണോ ജനങ്ങൾക്ക്, എന്തൊരു അസൂയാണ്! എന്തിനെങ്ങനെ അസൂയപ്പെടുന്നത്? അവരെന്താ അതിനു മാത്രം എന്താ പറഞ്ഞിനി? അവരാകെ വന്ന് പറഞ്ഞത് അവരുടെ വീട് ചോരുന്നെന്ന് പറഞ്ഞാൽ അതിനുള്ള ഈ പ്രശ്നവും കഴിഞ്ഞു. പിന്നെ എന്താ പ്രശ്നം? എന്താണ് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ ഇന്നലെ ആഴത്തിൽ പഠിച്ചു. അതായത് ഇവരെല്ലാവരും കൂടി ആലോചിക്കുന്നത് എന്താ വെച്ചാൽ, എന്തൊരു ഗുണ്ടായുസം കഴിക്കും. നിങ്ങളൊരു കാര്യം ചെയ്യും, എല്ലാവരും കൂടി പിടിച്ച് പുറത്താക്കാറുണ്ട്. അതാ വേണ്ടത്. രേണുസുതിനെയും മക്കളെയും ആ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കി അവരേടെങ്കിലും പോയിക്കോട്ടെ. അവരിങ്ങളെ കാല് പിടിക്കുന്നില്ല, വീട് വേണം എന്ന് പറഞ്ഞിട്ട് കാല് പിടിക്കുന്നില്ല. ഒരാളൊരു കേസ് കൊണ്ടുപോകുന്നു, ഒരാൾ എന്നാ പറയേണ്ടത്, ആ സ്ഥലം തിരിച്ചു തരണം. ഏതായാലും മറ്റേ ആൾ പറഞ്ഞിട്ടുണ്ട് സ്ഥലമൊന്നും എനിക്ക് വീട് തിരിച്ചു വേണ്ട. ഇന്നലെ എങ്ങാനും പറയുന്നത് വീട് എന്നാലേ ഒന്ന് ആരെങ്കിലും പരിഗണിക്കണേ, അത് സ്ഥലവും കൊണ്ട് പോകുമ്പെന്ന്. വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ്. ഇതിനെ കൊണ്ടൊക്കെ എനിക്ക് എന്താ കിട്ടുന്നത്? കാര്യം ശരിയാണ്, ആ സ്ത്രീയുടെ ഭാഗത്ത് ഒരുപാട് തെറ്റുകളുണ്ട്. ആ സ്ത്രീ തെറ്റുകാരിയല്ല എന്നൊന്നും പറയുന്നില്ല. പക്ഷേ അവരെ പോലെ എല്ലാവർക്കും തെറ്റുണ്ട്. അതാണ് മനസ്സിലാക്കേണ്ടത്. അവർ ജീവിക്കാൻ വേണ്ടി പല വേഷങ്ങളും കെട്ടി. പക്ഷേ അവരങ്ങനെ വേഷം കിട്ടിയപ്പോൾ അവർ നന്നാൻ തുടങ്ങിയപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ചൊറിച്ചൽ വരാൻ തുടങ്ങി. ഞാൻ പറഞ്ഞല്ലോ, എപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുത്തൻ്റെ ആശ്രിതനായിട്ട് നിൽക്കുമ്പോൾ, നമ്മളെപ്പോഴും ഇങ്ങനെ കുനിഞ്ഞ് നിൽക്കുമ്പോൾ എല്ലാവർക്കും വിലയാണ്. നമ്മൾ എന്തെങ്കിലും നേരെ നിൽക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിമിഷം വരും ആൾക്കാർ. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ എത്രത്തോളം പറഞ്ഞു കഴിഞ്ഞാലും ഈ പിന്നെ ജമ്മി കുടിയാൻ ബന്ധമില്ല, ഇല്ല അടിമത്ത സമ്പ്രദായമില്ല, ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലും ചില ആൾക്കാരുടെ മനസ്സിൽ ഇത് പോകത്തേയില്ല. ചില ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹായിക്കുന്നത് തന്നെ എന്ന് പറഞ്ഞാൽ നാലാൾ അറിയാനാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം അയൽപക്കത്തുള്ള ഒരുത്തിന് 5 ഉറുപ്പിക കൊടുക്കാതെ ആൾക്കാർ ഫേസ്ബുക്കിൽ എല്ലാവരും അറിഞ്ഞുകൊണ്ട് ഇത് 500 കൊടുക്കുന്നുണ്ടല്ലോ, എന്നാൽ അയൽപക്കക്കാരനെ കൊടുക്കല്ലേ വേണ്ടത്? അത് കൊടുക്കൂല. അയൽവക്കക്കാരനെ കല്യാണം വിളിക്കാതെ ഫേസ്ബുക്കിലൂടെ ഏതോ ഒരുത്തിനെ വിളിക്കുന്ന ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ. തൊട്ട അയൽവാസിയായ അവനെ കല്യാണം വിളിക്കത്തില്ല. പക്ഷെ ഇവരൊക്കെ ഇല്ലേ, ഏടിയോ ദൂരെയില്ലേ കുറേ ഫേസ്ബുക്കിലൂടെയില്ല ഫ്രണ്ടിനെ വിളിക്കും. എന്തിനാ? അതിലൂടെ ആകുമ്പോൾ ഇവർക്ക് കുറച്ച് ഫെയിം കിട്ടും, അങ്ങനെ ആകുമ്പോൾ ഇവർക്ക് കുറച്ച് റീച്ച് കിട്ടും. അതിന് വേണ്ടിയിട്ടുള്ള കോപ്രായങ്ങളാണ് മലയാളികൾ കൂടുതലാളും കളിക്കുന്നത്. ഇവിടെ എന്ന് പറഞ്ഞ് എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത്? ഞാൻ പറഞ്ഞല്ലോ, ഈ കുനിഞ്ഞ് നിന്ന് കഴിഞ്ഞ് അടിയാനായിട്ട് നിന്ന് ഇങ്ങനെ അടിമത്തോട് നിന്ന് കഴിഞ്ഞാൽ അവർക്ക് വലിയ ഇഷ്ടമാണ്. നമുക്ക് പൈസ വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവരുടെ സ്വഭാവം ആദ്യം മാറും. അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. ഏതായാലും കൊല്ലം സുധീൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടിയിട്ട് ഒരു താങ്ങായും തണലായും എല്ലാവരും നിന്നു. ഇനി അതങ്ങനെ നിന്നോട്ടെ. അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ അവരെന്തോ ആയിക്കോട്ടെ, അവരുടെ കാര്യത്തിൽ പോയിട്ട് ഇടപെടണ്ട. ഞാൻ ദാനം കൊടുത്തതല്ലേ, അങ്ങ് നിന്നോട്ടെ. ഇനി അവരെന്ത് കളിച്ചു പോലും കളിച്ചാൽ പോലും നമുക്കെന്താ? ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. അതായത് ബിഷപ്പിനെ തെറ്റിദ്ധരിപ്പിച്ച ഒരുപാട് പേരുണ്ട് ഇവിടെ. ഉള്ള കാര്യം എന്താ പറയുന്നത്? ബിഷപ്പിനെ നല്ല രീതിയിൽ ആരൊക്കെയോ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതുകൊണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ റീച്ച് കൂടുതൽ കിട്ടുന്നത് രേണുവിന് തന്നെയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറേ ആൾക്കാരുടെ വാക്ക് കേട്ടിട്ട് ആ സ്ത്രീയെയും മക്കളെയും അവിടെ നിന്നും പോലീസ് സ്റ്റേഷനിൽ കയറ്റിയിട്ടോ കോടതിയിൽ കയറ്റിയിട്ടോ നിങ്ങൾക്ക് ഇറക്കി വിടാം. പക്ഷെ മനസാക്ഷിൻ്റെ കോടതിയിൽ നിങ്ങൾ എന്ത് ഉത്തരമാണ് പറയുക? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇന്നലെ ഇപ്പോൾ ആ ചെറുക്കൻ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞപ്പോഴേ അവൻ അഹങ്കാരിയായി. 2 ദിവസം മുമ്പ് അവൻ രേണുവിനെതിരെ പറഞ്ഞപ്പോഴേ അവൻ നല്ല മകനായി. ഇതാണ് സോഷ്യൽ മീഡിയക്കാരുടെ സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ആ പയ്യൻ എങ്ങോട്ടാണ് ചായ്വ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയക്കാർ അങ്ങോട്ട് പോകും, ഇങ്ങോട്ടാണ് ചായ്വ് എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് പോകും. സത്യസന്ധമായിട്ട് പറയുകയാണ്. ഇന്നലെ ആ പയ്യൻ വന്ന് പറഞ്ഞ കാര്യം അതായത് അവന് തോന്നിയ കാര്യമാണ്. പക്ഷേ ചില മുതലാളിമാർക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല. അവരപ്പോൾ തന്നെ ആ പയ്യനാരുടെ അഹങ്കാരം കളിക്കാൻ, അവനാരടാ ഇങ്ങനെ പറയാൻ, അവൻ്റെ അഹങ്കാരം കണ്ടടാ, വല്ലവൻ്റെയും വീട്ടിലേക്ക് കിടന്നിട്ട് അവൻ്റെ അഹങ്കാരം കണ്ടടാ. അവൻ എന്താ ചെയ്യേണ്ടത്? പിന്നെ ആയുഷ്കാലം മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ ഇല്ല, ഞാനിങ്ങനെ തെണ്ടി ജീവിച്ചോളാം, അവൻ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നിങ്ങളെല്ലാവരും, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങളെല്ലാവരും കൂടി ഒരു കാര്യം ചെയ്യും, ഇവരെ എല്ലാവരും അങ്ങ് അടിച്ചിറക്കി വിട്. ഇനിയിപ്പോൾ കൊടുത്തു പോയിട്ട് അയ്യോ ഞാൻ കൊടുത്തു പോയല്ലോ, അയ്യോ ഞാൻ എന്തിനിങ്ങനെയായിരുന്നു? ഇതിനെ കൊണ്ട് എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഇവിടെ കുറേ ആൾക്കാരുണ്ട് ജയിലിലേക്ക് പോകുന്നത്,
അല്ലെങ്കിൽ ഇത് പിന്നെ തിരിച്ചു വാങ്ങിക്കാൻ പോകുന്നത് ഓരോ കുന്തവും നടക്കത്തില്ല. ഉള്ള കാര്യം എന്താ പറയുന്നതിന്? അപ്പൊ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ പോയിട്ട് ഒരു കാര്യം ചെയ്യുക. അതായത് അവരെ അങ്ങ് ഇറക്കി വിടുക. ഇറക്കി വിട്ടതിന് ശേഷം ഒരു കാര്യം ചെയ്യുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എഴുതി വാങ്ങിക്കുക, അതെന്തൊക്കെ ചെയ്യുക. അല്ലാതെ ഇവിടെ കിടന്നിട്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നോട്ടീസ് അയക്കുന്നു, ഞങ്ങൾ ഇത് ചെയ്യുന്നു, നിങ്ങൾക്ക് ആർക്കും ചെയ്യാനും പറ്റൂല. നിങ്ങൾക്ക് എങ്ങനെ ദാനം കൊടുത്ത ഒരാൾക്ക് ദാനം കൊടുത്ത ഒരു സാധനം അല്ല ഇതിൽ നിന്ന് ഒരു വീട്ടിൽ നിന്നും നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു മനുഷ്യനെ ഇറക്കി വിടാൻ പറ്റുക? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഒരിക്കലും നിങ്ങളെ കൊണ്ട് സാധിക്കില്ല. അതായത് എങ്ങനെ ഇറക്കി വിടാൻ പറ്റും? നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിനെപ്പറ്റി പറയാമോ? ഇതിപ്പോഴെന്ന് പറഞ്ഞാൽ ആരെയൊക്കെയോ വാക്ക് കേട്ടിട്ട്, ആരെയൊക്കെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടും, ആരെയൊക്കെ ഇതാക്കാൻ വേണ്ടിയിട്ടും കൊല്ലസുധീരെ മക്കൾക്ക് കൊടുത്ത വീട് ഇപ്പൊ 5 വയസ്സുള്ള ചെറുക്കനും ഇല്ലെങ്കിൽ 10, 18, 20 വയസ്സുള്ള ചെറുക്കനും അവരെന്ത് ചെയ്യാനാണ്? അവരെന്ത് നിയമം കളിച്ചു എന്ന് നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ലായിരുന്നു. അവർക്ക് കൊടുത്ത സാധനം അവരെന്തോ ചെയ്യാൻ തിന്നോ അല്ലെങ്കിൽ ബുക്കോ അല്ലെങ്കിൽ വേറെ എന്തോ ചെയ്യട്ടെ. ഇവിടെ ചില ആൾക്കാർ ദാനം പിന്നെ ഇന്നിടയ്ക്ക് ഒരാള് 6 സെന്റ് വെച്ച് വസ്തു വെച്ച് ഒരാൾക്ക് ദാനം കൊടുത്തു നോക്കുമ്പോഴേക്കും തന്നെ ആ പിള്ളമാരിൽ ഇപ്പം വലുതായി, അവർക്ക് വലിയ ജോലിയും കാര്യമെല്ലാം കിട്ടി. ഇപ്പൊ അയാൾക്ക് ഭയങ്കര വിഷമമാണ്. കാരണം എന്താ പറയുക, ഞാനൊന്ന് കൊടുത്തോണ്ടല്ലേ ഇവന്മാർ ഇത്ര വലുതായത്. അതാണ് മനുഷ്യന്മാർ എന്ന് പറഞ്ഞാല്. അതായത് മനുഷ്യന്മാർക്ക് സഹായിക്കാനുള്ള ത്വരിത കൊണ്ടൊന്നുമല്ല ചില ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ ഈ സഹായത്തോട് കൂടിയിട്ടൊന്ന് ഫേമസ് ആകണം, അതിനു വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ് കാട്ടുന്നത്. അല്ല നമ്മൾ വിചാരിക്കുന്ന പോലെ ഇതിലൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊന്ന് എന്താ പറയുക പിന്നെ ഭയങ്കര നന്മമാരാകണം, ഈ ലക്ഷ്യമൊന്നുമില്ല. ഇവിടെ എൻ്റെ അഭിപ്രായത്തിന് എന്ന് പറഞ്ഞാൽ നന്മ മരങ്ങൾ എന്ന് പറഞ്ഞൊരു സംഭവം നമ്മുടെ മലയാളികളിലില്ല. മലയാളികളിലൊക്കെ എന്ന് പറഞ്ഞാൽ കള്ളന്മാർ തന്നെയാണ്. എല്ലാവരും നന്മ മരം ജമീന്ന് എന്താ എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ഉള്ള കാര്യം എന്താ പറയുന്നതിന്? ആരായി കഴിഞ്ഞാലും ഇപ്പൊ എല്ലാവരുടെയും ലക്ഷ്യം ഫെയിം തന്നെയാണ്. ആ ഫെയിമിന് വേണ്ടിയിട്ട് എല്ലാവരും കളിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ പൊന്ന സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ആ വീട് അവർക്ക് കൊടുക്കാം, ഇല്ലെങ്കിൽ ഇറക്കി വിടാം. ഇറക്കി വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലോണം റീച്ച് കിട്ടും. ഇപ്പോഴാകുമ്പോഴേ നിങ്ങൾക്ക് റീച്ചൊന്നും കിട്ടൂല, പക്ഷെ നിങ്ങൾക്ക് മനസ്സമാധാനം കിട്ടും. അത് ഞാൻ ഉറപ്പായിട്ട് പറയാം. ഈ ഫിറോസിനെ കൃത്യമായിട്ട് എറിയേണ്ടത് എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ടാണ് അയാൾ പറഞ്ഞത് ഇതാ വീടൊന്നും എനിക്ക് തിരിച്ചു വേണ്ടാട്ടാ, ഞാൻ കൊടുത്ത സംഭവം തന്നെയാണെന്ന് അയാൾ പറയാനുള്ള കാരണവും അത് തന്നെയാണ്. അതുകൊണ്ട് ഈ വല്ലവന്റെയും വാക്ക് കേട്ടിട്ട് എന്തിനാണ് വെറുതെങ്കിലും ഒരു മനുഷ്യന്റെ അടുക്ക പോയിട്ട് ഇങ്ങനെ എന്നാ പറയേണ്ടത്, താഴ്ന്നു പോകുന്നത്, തരം താഴ്ന്നു പോകുന്നതെന്ന് എനിക്ക് ചോദിക്കാണ്. ഇറക്കി വിടുന്നുണ്ടെങ്കിൽ ആരോടും പറയാതെ ഇറക്കി വിടുക. ഞാൻ തന്ന സ്ഥലം തരണം, അല്ലെങ്കിൽ മറ്റോ പറയും ഞാൻ തന്ന വീടിങ് തരണം, പിന്നെ അതിന്റെ പൈസ തരണം. അത് മാന്യത, അത് ചോദിക്കോ വാങ്ങിക്കോ. അല്ലാതെ ഇനിയിപ്പോ എന്താ രേണുസുതി എന്താ വേണ്ടത്? ആ മറ്റേ ചങ്ങായി ഇന്നലെ ചെയ്ത പോലെ സൈബർ അറ്റാക്ക് ചെയ്യുന്നല്ലോ മരിക്കണ? അല്ല ഈ മൂന്നെണ്ണം മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമാധാനമായ? അതാ ഞാൻ ചോദിക്കുന്നത്. ഇവര് നാളെ മുതൽ അമ്മയും മക്കളും, ശരിയാണ്, അമ്മയും മക്കളും ജീവിക്കാൻ ഗതിയില്ല. കൊല്ലസുധീന്റെ ഭാര്യയും മക്കളും മരിച്ചു നല്ല സമാധാനമായോ? അങ്ങനെ കേൾക്കാനാണോ നിങ്ങളെല്ലാം ഉദ്ദേശിക്കുന്നത്? എന്തൊരവസ്ഥയാണ്. ആ ശ്രീകണ്ഠൻ നായർ മര്യാദയ്ക്ക് കൊടുക്കാന്ന് പറഞ്ഞപ്പോ ഞാൻ കൊടുക്കാം, ബോധത്തിൽ കുച്ചുതോമ 50 ലക്ഷം വെറുതെ പറഞ്ഞിട്ട് പോയിട്ട് ആ ശ്രീകണ്ഠൻ നായരും ആ ഗോകുലം ഗോപാലാട്ടും കൊടുക്കുന്നതായിരുന്നു. അങ്ങേരക്കാണെങ്കിൽ ലോകം തെറ്റും ആസ്തിയുണ്ട് ഗോകുലം ഗോപാലാട്ടൻ. നേരം പിന്നെ 6 സെന്റ് വാങ്ങിച്ചു കൊടുക്കാൻ ഗോകുലം ഗോപാലാട്ടിന് ഒരു രോമം കൊഴിയുന്നതിന് പൈസ പോലും. എന്നിട്ട് പോയി ചാടി വീണിട്ട് ഇപ്പം എല്ലാവർക്കും അത് തിരിച്ചു വേണം. കുറെ ആൾക്ക് എന്നെ തൊഴുന്നില്ല, കുറെ ആൾക്ക് എന്നെ മൈൻഡ് ചെയ്യുന്നില്ല, കുറെ ആൾക്ക് രേണു എന്നെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നില്ല. വളരെ മോശം തന്നെയാണ്. ഇങ്ങനെയൊന്നും ഒരിക്കലും എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരാകരുതെന്ന് എനിക്ക് പറയാൻ. അല്ല നിങ്ങൾക്ക് തന്നെ തോന്നില്ല? ഇത് കേട്ടോണ്ടിരിക്കുന്ന ആൾക്ക് തന്നെ തോന്നില്ല? എന്തോന്നാടെ ഇത്? എപ്പം നോക്കിക്കഴിഞ്ഞാൽ ഈ രേണുസുതി വേറെ ഒന്നില്ലേ? നിങ്ങൾക്ക് തന്നെ തോന്നില്ലേ? ഇതാണ് ഞാൻ പറഞ്ഞു തരുന്നത്. യുവമാർക്കൊന്നും ഒന്നാമത് തലക്ക് വെളിവില്ലാതെ പോലെയാണ് കളിക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ എല്ലാവരോടും പറയാം, നാളെ തന്നെ പോയിട്ട് അവരെ ഇറക്കി വിട്ടിട്ട് ആ വീട് എഴുതി മേടിച്ചോ. ഇനി ഇതിന്റെ പുറകിൽ എന്താ വീട് 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 എന്ന് പറഞ്ഞിട്ട് വരരുത്. എല്ലാവരും എന്നോട് പറയുന്ന വീട് നല്ല ചേട്ടാ, വീട് വീട് അത് തന്നെയാ പറയുന്നത്. ബൈ ബൈ. ഹൈപ്പ് ചെയ്തോട്ടാ. കാണിച്ചു കൊടുത്തേ. പുലരേ പൂന്തോണി